നമസ്കാരം. ന്യൂസ് 8ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഓണാശംസകൾ. ഇന്ന് ഞാൻ ഓണമായിട്ട് പ്രേക്ഷകർക്ക് ഒരു പാട്ട് സദ്യയായിട്ടാണ് വന്നിട്ടുള്ളത്. മലയാളികൾക്ക് ഒട്ടും പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗായിക രാജലക്ഷ്മിയാണ് നമുക്കൊപ്പം ഉള്ളത്. രാജലക്ഷ്മി ചേച്ചിക്കൊപ്പം രാജലക്ഷ്മി ചേച്ചിയുടെ ഏറ്റവും പ്രിയപ്പെട്ട അഭിരാം ചേട്ടനും നമുക്കൊപ്പം ഉണ്ട്. രണ്ടുപേർക്ക് സ്വാഗതം. ഹാപ്പി ഓണം. ഓണാഘോഷമൊക്കെ എവിടെ വരെയായി? ഓണാഘോഷം തകൃതിയായിട്ട് ഇത്തവണ ഓണത്തിന് വീട്ടിലുണ്ടോ അതോ ഷോസ് ഒക്കെയാണോ? അല്ല, തിരുവോണത്തിന്റെ അന്ന് വീട്ടിലുണ്ടാവും. പക്ഷെ അതിന്റെ തലേ ദിവസവും അത് കഴിഞ്ഞ ഉടനെ അടുത്ത ദിവസമൊക്കെ ഷോസും യാത്രകളും ഒക്കെ. പൊതുവെ ഈ ഓണക്കാലം വീട്ടിൽ നിൽക്കാൻ പറ്റാതെ മിസ് ചെയ്യുന്ന ഒരാളായിരിക്കും അല്ലേ? അതെ. പക്ഷെ ഞാൻ തിരുവനന്തപുരത്ത് തന്നെ നിൽക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കാറാണ്. ആ ഒരു സമയത്ത് ഓണം വാരാഘോഷം തിരുവനന്തപുരത്ത് ഒരുപാട് വേദികൾ നടക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ എനിക്ക് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ആ സമയത്ത് ഞാൻ ട്രിവാൻഡ്രത്ത് ഉണ്ടാവും. പക്ഷെ ഇത്തവണ എനിക്ക് കുറച്ച് അങ്ങോട്ട് കാലിക്കട്ട് അങ്ങോട്ടൊക്കെ കുറച്ച് ഷോസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പൊ പൊതുവേ ഈ പാട്ടുകാരാകുമ്പം ഓണാഘോഷവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പുറത്ത് വിദേശത്തൊക്കെ ഒരുപാട് ഷോസ് വരുന്ന ഒരു സമയമാണല്ലോ. അപ്പം ഈ വീട്ടുകാർക്കൊപ്പം നിൽക്കാം എന്ന് വിചാരിച്ച് മനഃപൂർവ്വം അത് അവോയ്ഡ് ചെയ്തതാണോ? ആക്ച്വലി വിദേശത്ത് നമ്മുടെ ഓണം കഴിഞ്ഞിട്ടാണ് അവിടെ ഡിസംബർ 1 തീയതി ഓണം, ക്രിസ്മസ് വരെ, പിന്നെ ഡിസംബർ 1 മുതൽ ക്രിസ്മസിന്റെ മൂഡായി. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ആഘോഷം കഴിഞ്ഞിട്ടായിരിക്കും പല ഈ പ്രവാസികൾ അസോസിയേഷൻസ്, ഈവൻ ബാംഗ്ലൂർ, നമ്മുടെ നാട്ടിൽ തന്നെ ഇന്ത്യയിൽ തന്നെയാണെങ്കിലും പല സ്ഥലത്തും നമ്മുടെ അടുത്ത ഓണം കഴിഞ്ഞിട്ടാണ് ഓണാഘോഷം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വരാറില്ല. അതും ഇവിടെയും കൂടാ അവിടെയും പോയി കൂടാ. അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ ഒരു പാട്ട് സദ്യയാണെന്നുള്ളത്. അപ്പൊ നമുക്ക് ആദ്യത്തെ വിഭവം അങ്ങോട്ട് വിളമ്പിയാലോ? ഓണപ്പാട്ടിൽ നിന്ന് തുടങ്ങാം. അപ്പൊ ഓണപ്പാട്ട് ഈ സദ്യയൊക്കെ പറഞ്ഞോണ്ടേ ഞാൻ അങ്ങനെ അത് സദ്യയും ഓണവും നമ്മുടെ മലയാള സാഹിത്യമൊക്കെ ബന്ധപ്പെട്ടൊരു പാട്ട് പാടാം. ശരി. ചെറുശേരി തൻ പ്രിയരിശേരിയും ഇടശേരി തന്നുടെ പുളിശ്ശേരിയും ചെറുശേരി തൻ പ്രിയരിശേരിയും ഇടശേരി തന്നുടെ പുളിശ്ശേരിയും വൈലോ പിള്ളിതൻ മാമ്പഴക്കാളനും വൈലോ പിള്ളിതൻ മാമ്പഴക്കാളനും വിളമ്പി കൊതിപ്പിച്ച മലയാളമേ മനം തുളുമ്പിച്ച ശ്രാവണ തിരുവോണമേ. അതെ, ഇത് ഓണപ്പാട്ടുകൾ, പഴയ തരങ്കിണിയുടെ ഓണപ്പാട്ടുകൾ. ആ കാസറ്റിലുള്ള RK ദാമോദരൻ സാർ എഴുതി, നമ്മുടെ രവീന്ദ്രൻ മാഷ് ഇണമിട്ട് ദാസാർ പാടിയ ഓണപ്പാട്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മള് ആ പഴയ ഉത്രാടപ്പൂന്നില്ല അതൊക്കെയല്ലേ ആദ്യം. അപ്പം എന്തായാലും ആര്യ സദ്യ ആദ്യം പറഞ്ഞുകൊണ്ട് ഞാൻ പാടാം. നമുക്ക് പാടി പാടി പോണം, ഒരുപാട് പാട്ടുകൾ കേൾക്കണം. പാട്ട് കേൾക്കാനാണല്ലോ ഇരിക്കുന്നത്. RK ദാമോദരന്റെ കുറെ നല്ല ഇത്തരം ട്രഡീഷണൽ കുറെ പാട്ടുകളുണ്ട് ആ സമയത്ത് ഇറങ്ങി അല്ലേ? നമ്മൾ പൊതുവേ ഈ പാട്ടുകാരെ ഒരു ഇന്റർവ്യൂവിനോ ഷോസിനോ ഒക്കെ വിളിച്ച, ഷോകൾക്കല്ല, ലൈവ് ഷോകൾക്കല്ല, അല്ലാതെ നമ്മൾ ഈ ഇന്റർവ്യൂവിനൊക്കെ വിളിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും ആദ്യമേ പറയാം അധികം പാടാനൊന്നും പറ്റില്ല കേട്ടോ. അയ്യോ, പല ആളുകളും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അധികം പാടിക്കരുത്, അല്ലെങ്കിൽ പാട്ടിന്ന് പാടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഒരു സമയത്തും ഇപ്പൊ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ഒരു പാട്ട് പാടുന്നു പറഞ്ഞാൽ പാടുന്നൊരു ചേച്ചിയാണ് നമ്മുടെ രാജലക്ഷ്മി ചേച്ചി. പ്രേക്ഷകർക്കെല്ലാം അറിയാം. അതായത് പണ്ട് തൊട്ട് ഇന്റർവ്യൂകളൊക്കെ കണ്ട് കേട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വിനയമാണ് മെയിൻ. ഞാൻ ചേച്ചിയുടെ വീഡിയോസിലൂടെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കണ്ടുപോയപ്പം അതിന്റെ എല്ലാം കമന്റിൽ വന്നൊരു കാര്യമാണ് കേട്ടോ, വിനയമാണ് സാർ രാജലക്ഷ്മിയുടെ മെയിൻ. അല്ല, അതാ അങ്ങനെ നമ്മള് പർപ്പസ്ഫുള്ളി ഇപ്പം ആര്യ പറഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നത് തന്നെ. ഇങ്ങനെ തന്നെയാണ് ഒരു പണ്ട് തൊട്ടേ ഒരു പെരുമാറ്റ രീതിക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാറുമില്ല. അങ്ങനെ പിന്നെ മറച്ചു വെക്കലില്ലാത്തോണ്ട് നമ്മൾ സ്വാഭാവികമായി നമ്മളെ ഒരു സ്വഭാവമേ ഇൻട്രൊഡ്യൂസിലായാലും നമ്മളെ രീതികളിലായാലും എല്ലാം വരുള്ളൂ. അത് രാജ്യയുടെ ഒരു ബേസിക് ക്യാരക്ടർ അതാണ്. അതെ അതെ. പേപ്പർ വായിക്കുന്നത് ദിവസവും രാവിലെ പേപ്പർ വായിക്കുന്നുണ്ട്, അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും പറയാം മൻമോഹൻ സിംഗ് എന്ന്. അതും പറയൂല, മറ്റേ തലയിൽ കെട്ടിയ പറ്റിയ ആളല്ലേ.
അല്ല അതിപ്പം എല്ലാം അറിയണ ഒരാള് ഉണ്ടല്ലോ. അതെ അതെ, എന്തെങ്കിലും ഒരു കല്യാണം കഴിഞ്ഞ് ചെന്ന സമയത്ത് ഇതുപോലെ എന്തോ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എന്നെ ഒരു പൊട്ടത്തരം പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, രാജി ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാര്? അത് അയ്യോ, അല്ല അത് അങ്ങനെ അതെനിക്ക് അറിയായിരുന്നല്ലോ. അത് അങ്ങനെയല്ല. ആരെങ്കിലും പെണ്ണ് കാണാൻ ചെല്ലുമ്പോ പയ്യൻ പെണ്ണിന്റെ അടുത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചിട്ടുണ്ടാവോ? പക്ഷെ എന്നോട് ചോദിച്ചു. എനിക്ക് പെട്ടെന്ന് എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. അപ്പൊ ഞാൻ ആ തലയിൽ കിട്ടുന്ന ആളെ പേടിച്ചിട്ട് മറന്നുപോയതാണ്. അപ്പൊ അയ്യോ എനിക്ക് അറിയായിരുന്നല്ലോ. പേടിയല്ല, മറ്റേ ആ ആകെ കൺഫ്യൂഷൻ. തലയിൽ കെട്ടുള്ള ഞാൻ പറഞ്ഞു എന്താ ഒന്നും കൂടെ പറ. മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേര് ഒരു PSC ടെസ്റ്റിന് പോയി കിട്ടൂല. അങ്ങനെയൊന്നല്ല, എനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ അത് ആ സമയത്ത് നമ്മള് നല്ല അത് കൊച്ച് 20 വയസ്സ് കഴിഞ്ഞ് 21 വയസ്സാവണേ. ഇപ്പൊ ഒരു മുരുകൻ കൊണ്ടാട്ടം ആഘോഷം വൈബിലിരിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ പുതിയ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ അല്ലേ, ഭയങ്കര ഹിറ്റായി, അതും അങ്ങനെ വലിയൊരു മെഗാ ഹിറ്റ് സിനിമയുടെ ഭാഗമായിട്ട് വന്നൊരു പാട്ട്, ലെജൻസ് അഭിനയിക്കുന്നു. അത് വലിയൊരു അനുഭവമല്ലായിരുന്നു? ഒരു അനുഭവമായിരുന്നു. കാരണം ഞാൻ ഒന്നാമത്തെ കാര്യം ഈ എൻ്റെ ഒരു ടൈപ്പ്, ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഭയങ്കര അടിപൊളി പാട്ട് അങ്ങനെ പാടുന്നത്. പിന്നെ ഇത്രയും വലിയ സിനിമ, പിന്നെ ഏറ്റവും അതിൽ ഉപരിയായിട്ട് ചിപ്പി ചേച്ചിയും രഞ്ജിത്തേട്ടനും അവരാണ് എന്നെ പാടിച്ചത്. ഈ പാട്ട് പഠിച്ചത് അവരാണ്. ഐ മീൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി അങ്ങനെയാണ് വന്നത്. പിന്നെ നോക്കുമ്പോൾ ഇത്രയും വലിയ സിനിമ, MG ശ്രീകുമാറേട്ടൻ്റെ കൂടെയാണ് ഞാൻ സ്റ്റേജിലൊക്കെ ഒത്തിരി ചേട്ടൻ്റെ കൂടെ പാടിയിട്ടില്ല. സിനിമയിൽ ആദ്യമായിട്ടാണ്. നമുക്ക് ആ പാട്ട് ഒന്ന് കേട്ടാലോ? കാണും ലോകം സന്തോഷത്തിൻ കൂട്, നീയും ഞാനും ഒന്നാണടാ, ഇന്നീ മണ്ണിൽ ജന്മം ഒന്നേ ഒന്ന്, ഓരോ നാളും കൊണ്ടാടടാ, കോപത്തിൻ പന്തങ്ങൾ നീ അൻപാലയാറ്റേണം, എല്ലോരെയും എന്നെന്നും ഒരേ കണ്ണാലെ കാണേണം, തുടങ്ങണം ഇനി പോരം, ഇനി അറുമുഖനുടെ കാലം, നടത്തേരു വിളക്കണ പൊടി പൊടിക്കണ കളപ കുങ്കുമത്തിനില മദ്ദളം, ശരവണ മുരുകനുക്ക് ഷൺമുഖ മുരുകനുക്ക് കൊണ്ടാടയാ കൊണ്ടാടയാ കൊണ്ടാട്ടം, ശിവനുടെ തിരുമകന് കാർത്തിക മുരുകനുക്ക് കൊണ്ടാടയാ കൊണ്ടാടയാ കൊണ്ടാട്ടം. എനിക്ക് ഈ പാട്ടിനെക്കാട്ടിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മൊമെന്റ് ഏതായിരുന്നു എന്നറിയോ? ആ ലൈൻ മറന്നു പറഞ്ഞു തന്നില്ല. എത്ര പേർക്ക് അത് സാധിക്കും? ഈ ചേച്ചി പാടുന്ന പാട്ടുകള്, അതിന്റെ ലൈൻസ് ഉൾപ്പെടെ ചേട്ടൻ ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കുകയാണ്. ഈ പാട്ട് തന്നെ വളരെ ഭയങ്കര നമ്മളെ ഈ രാജിക്ക് ജനകൽ അവാർഡ് കിട്ടിയ ആ പാട്ടിനോളം ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. അതിനുശേഷം ഏറ്റവും ഇഷ്ടപ്പെട്ട അതെ അതെ അല്ല, പാടുന്ന പാട്ടുകളെല്ലാം ഇഷ്ടമാണ്. പക്ഷെ ഇതിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ഈ പാട്ടിലേക്ക് വന്ന ഒരു സംഭവം രഞ്ജിത്തേട്ടൻ അത് കർശനമായി രാജി ഈ സിനിമയെ പാടിയിരിക്കണം എന്ന് രഞ്ജിത്തേട്ടൻ ഉണ്ടായിരുന്നു. ഈ ചെറുതിലെ ലെജൻസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതൊരു ഭാഗ്യം എന്ന് നമ്മൾ പറയുമ്പോഴേ അവിടേക്ക് എത്തുന്ന ഒരു യാത്ര ഉണ്ടായിരുന്നല്ലോ, അത് ഒരു പക്ഷെ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ചില, അല്ലെങ്കിൽ ആ ഒരു കഷ്ടപ്പാട് ഓർക്കുമ്പോ, അതായത് കൈപ്പേറിയ അനുഭവം. അതെല്ലാ ദിവസവും ഞാൻ ഓർക്കുന്ന കാര്യങ്ങളാട്ടോ. കാരണം നമുക്ക് എപ്പോഴും എവിടെ നിന്നാണ് വന്നതെന്ന് നമ്മളെപ്പോഴും ചിന്തിക്കണം. അപ്പം അതുകൊണ്ട് എന്നും കിടക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആ ഒരു ജേണി ഒന്ന് എങ്ങനെ വന്നതല്ലേ അങ്ങനെ ഞാൻ ഓർക്കാറുണ്ട്. ഇന്നലെയും കൂടി അമ്മോട് ഞങ്ങളങ്ങനെ യാത്ര കഴിഞ്ഞിട്ട് ചിലപ്പോൾ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും ഈ കഥകൾ പറയും. അപ്പം ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഞാൻ പറയട്ടെ, ഞങ്ങളുണ്ടല്ലോ ആദ്യമായിട്ട് ഞാനിവിടെ വരുമ്പോ ഉണ്ടല്ലോ, ഞങ്ങൾ എത്ര ബസ് കയറിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് മഴയത്ത് നനഞ്ഞ് അവരുടെ വഴക്കൊക്കെ കേട്ട് ഇങ്ങനെ ഓരോ കഥ ഞാൻ പറയും. ചേച്ചിയുടെ 1.5 വയസ്സ് മുതൽ അമ്മ ഒറ്റയ്ക്ക് വളർത്തുകയാണ്. ഞാനപ്പം അത് ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ ആലോചിക്കും, ഇന്നത്തെ കാലത്ത് ഇപ്പം മക്കളെ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകണമെങ്കിൽ പോലും ഒരു ഫോൺ എടുത്ത് ഒരു ആപ്പ് എടുത്ത് ഒരു വണ്ടി ഓട്ടോ ബുക്ക് ചെയ്തിട്ട് നമുക്ക് പോവാം. അന്നൊരു യാത്രാമാർഗം പോലും പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടില്ല. എത്ര സമയം അതിനു വേണ്ടി ഇങ്ങനെ അലഞ്ഞു നടക്കേണ്ട. വീട്ടില് ആരും ഇല്ല വരാനായിട്ട്.
അതെ, എന്നിട്ട് അന്നത്തെ ആ ഒരു സാഹചര്യത്തില് അതെല്ലാം മറന്നുകൊണ്ട് മോളുടെ ഈ പാഷന് പുറകെ പോകാൻ കാണിച്ച ഒരു അമ്മയുടെ ലൈഫ് മനസ്സുണ്ടല്ലോ. രാജിയുടെ പാട്ടിന് വേണ്ടിയാണ് അതെ കാണുന്നത്. അതെ, അമ്മ ഇല്ലെങ്കിൽ രാജി ചേച്ചി ഇല്ല, ഇല്ല, ഈ ഉറപ്പായിട്ടും ഗായികയെ ഇല്ല. നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പം കിട്ടില്ല. മലയാളികൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട രാജി ചേച്ചിയുടെ അമ്മയ്ക്കാണ്, പാർവതി. പക്ഷെ അമ്മയും കൊണ്ടുവരായിരുന്നു. അതെ, അമ്മയെ നമ്മൾ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. അല്ല, അമ്മയുടെ ഒരു ലൈഫ് ഞാൻ ഇപ്പം എൻ്റെ അമ്മ എന്നുള്ളത് ഞാൻ മാറ്റി നിർത്തി ചിന്തിക്കണേ, ഇത്രയും ഒരു പവർഫുൾ ആയിട്ടൊരു ലേഡിയെ ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്കും ആര്യ പറഞ്ഞതുപോലെ ഒരു തരത്തിലും നമുക്ക് അന്നത്തെ കാലത്ത് ഇതിലേക്ക് ഇറങ്ങി വരാനായിട്ട് മാർഗങ്ങളില്ല. അപ്പം അമ്മയ്ക്ക് ജോലിയില്ല, എല്ലാ തരത്തിലും ഞങ്ങൾ വളരെ ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് വന്നവരാണ്. പക്ഷേ അമ്മയുടെ ഒരു നിശ്ചയദാർഢ്യവും അതുപോലെ നേരത്തെ പറഞ്ഞില്ലേ ഈ എല്ലായിടത്തും അമ്മ എന്നെ കൊണ്ടുപോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്യാരക്ടറും അമ്മയ്ക്ക് അതായത് അത്ര കൃത്യമാണ്. അമ്മ പറയും മോളെ പാടുക, തിരിച്ചു വരിക, വേറെ ഒരു നെഗറ്റീവ് അനുസരണ, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇപ്പം ചിത്ര ചേച്ചി കഴിഞ്ഞൊരു ഇതിൽ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണത് പോലും അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു ചേച്ചി പറഞ്ഞു. അതുപോലെയൊക്കെ നമ്മളെയൊക്കെ കൊണ്ടുവരുന്ന എങ്ങനെയാണ്, നമ്മൾ പാടുക, നമ്മൾ വരിക, ബാക്കി ഒന്നുമല്ല, പാട്ട് മാത്രം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ആ ഒരു വഴിയിൽ വന്നുകൊണ്ട് ഇന്നും ഇപ്പം ഈ പറഞ്ഞ കമന്റ്സ് ഒക്കെ അതായിരിക്കാം, അതിന്റെയാണ് റിസൾട്ടാണ്. അതെ അതെ, തീർച്ചയായിട്ടും. അന്ന് ഈ ഗാനമേള ട്രൂപ്പുകളിലൊക്കെ പാടാൻ പോകുമ്പോഴേ എല്ലാ ദിവസവും പരിപാടികളും ചെറിയ പ്രായം തൊട്ടേ ഡബിൾ ഷോ ആണ്, 2-3 പരിപാടി ഉണ്ടാവും. അതെ, അപ്പൊ അതിനിടയ്ക്ക് ഈ പഠിത്തം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി? എൻ്റെ സ്കൂളുകൾ ഞാൻ പഠിച്ചതെല്ലാം എൻ്റെ പിന്നെ FACT സ്കൂളിൽ 1 കൊല്ലം പഠിച്ചു. പിന്നെ ഏലൂർ എറണാകുളം ജില്ലയാണ് സെയിൻറ്റ് ആൻസ് സ്കൂള്, അവിടെയാണ് ഞാൻ 10 വരെ പഠിച്ചത്. 50 വർഷം ആവുകയാണ് ആ സ്കൂള്. അപ്പോൾ അവിടുത്തെ പിന്നെ +2 എറണാകുളം ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറിയിൽ പഠിച്ചു. സെയിൻറ്റ് തെരേസസിൽ ഡിഗ്രി പഠിച്ചു. ഇതുവരെയുള്ള എൻ്റെ അക്കാഡമിക്സിൽ ഒട്ടും അങ്ങനെ ഒരു താഴെ പോയിട്ടില്ല. പാട്ടിൻ്റെ കൂടെ പഠിത്തവും കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോഴും ഇപ്പോഴും ഈ പ്രായത്തിലും ഈ തിരക്കിനിടയിലെല്ലാം ഈ ഷോസ് ചെയ്യുന്നു, സിനിമയിൽ പാടുന്നു, ഇതിന്റെ എല്ലാ ഇടയ്ക്ക് ആള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിഗ്രി കോഴ്സ് ചെയ്യുന്നത് BPA ആണ്, ബാച്ചിലർ ഓഫ് പെർഫോമിംഗ് ആർട്സ് മ്യൂസിക്. അതിലിപ്പോൾ 3rd year ആയി. അപ്പോൾ അല്ല, ഞാൻ പറഞ്ഞ അപ്പോഴും ഈ സപ്പോർട്ട് ടീച്ചേഴ്സിൻ്റെ ഒക്കെ പാട്ട് പാടുന്ന കുട്ടിയല്ലേ, എല്ലാവരും നമുക്ക് സപ്പോർട്ടിങ് ആയിരുന്നു. പിന്നെ രാത്രിയൊക്കെ പോകുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് നോട്ടൊക്കെ എടുത്ത് വെച്ചിരുന്ന് പഠിക്കും, ബസ്സിലിരുന്നും അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. രണ്ടും നമുക്ക് കൊണ്ടുപോകണം. പാട്ടുപോലെ തന്നെ പഠിത്തം എനിക്ക് അങ്ങനെ അത് പഠിത്തം ഒട്ടും താഴത്തേക്ക് പോകരുത് എന്നുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അഡ്മിഷനൊക്കെ എവിടെയും ആക്കി പോകേണ്ടൊന്നും വന്നിട്ടില്ല. നല്ല നല്ല കോളേജിൽ സ്കൂളിലാണ് പഠിച്ചത്. ടീച്ചേഴ്സൊക്കെ ഒരു എപ്പോഴും നമുക്ക് ഒരു കരിയർ ഡെവലപ്മെന്റ്, മാതാപിതാ ഗുരു ദൈവം. പാട്ട് പാടുന്ന കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ടീച്ചർമാർക്കൊക്കെ എപ്പോഴും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആബ്സെൻ്റ് ആയാലൊക്കെ അതിനൊരു പണിഷ്മെൻറ്റോ അങ്ങനെയൊന്നുമില്ല. അയ്യോ രാജലക്ഷ്മി പ്രോഗ്രാമിന് പോണ കുട്ടിയാണ്, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഒരു സിസ്റ്റർമാരുടെ ഒക്കെ സപ്പോർട്ട്. മാത്രമല്ല സ്കൂളിനും കോളേജിനും എല്ലാം മുതൽക്കൂട്ട്, എല്ലാ കലോത്സവങ്ങളിലും പോയി ഇങ്ങനെ സമ്മാനങ്ങൾ അതുണ്ട്. കാരണം കോളേജിനും സ്കൂളിനും വേണ്ടി എപ്പോഴും അത് കലോത്സവങ്ങളിൽ പോയിരിക്കും. അപ്പോൾ അതും ഒരു കാര്യമാണ്. അപ്പൊ അന്നത്തെ കാലത്തെ ഒരു ഓണാഘോഷങ്ങളുണ്ടല്ലോ, ചെറുപ്പകാലത്തുണ്ടായിരുന്ന ആ ഒരു ഓണം, അതിൽ നിന്ന് ലൈഫ് ഇത്രത്തോളം മാറി ഇപ്പോഴത്തെ ഓണത്തിലേക്ക് വരുമ്പോൾ ഉള്ളൊരു മാറ്റം ഉണ്ടല്ലോ. അതെ, എന്നുവെച്ചാൽ ഞാൻ അന്നത്തെ ഓണം കൊച്ചിലെ എന്ന് പറഞ്ഞാൽ ഈ ഓണക്കാലം ആകുമ്പോൾ കുറേ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ ഇങ്ങനെ പാട്ട് മത്സരം നടത്തും. അപ്പം എൻ്റെ ഓണം ഓർമ്മ എന്ന് പറയുമ്പോൾ ഈ പാട്ട് മത്സരങ്ങൾക്കൊക്കെ പോയി പാടി സമ്മാനം മേടിച്ച് ഇങ്ങനെ വരുന്നതും. പിന്നെ ഞങ്ങളുടെ അവിടെ എറണാകുളത്ത് എൻ്റെ വീട് തൃക്കാക്കര അമ്പലത്തിൻ്റെയൊക്കെ ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ ഓണം അങ്ങോട്ട് വടക്കോട്ട് പിന്നെ പോകുന്നൊരു ഓണം ഒരു ആചാരത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. 10 ദിവസവും നമ്മൾ പൂക്കൾ നാട്ടുപൂക്കൾ ഇടുള്ളൂ, നമ്മുടെ വാങ്ങിക്കണ പൂവൊന്നും ഇടില്ല, പൂക്കളം ഇടണം, ഓണത്തപ്പനെ വെക്കലും പൂജയും ഒക്കെ ഉണ്ട്. അപ്പം മുത്തച്ഛനും അമ്മൂമ്മയും ഞങ്ങൾ അവരുടെ കൂടെ ആയതുകൊണ്ട് ഇതെല്ലാം അനുഭവിച്ചിട്ട് ആണ്. അങ്ങനത്തെ ഒരു ഓണമാണ്. പിന്നെ അമ്പലം എന്ന് പറഞ്ഞാല് തിരുവോണത്തിന്റെ അന്ന് ഉത്സവമുള്ള കേരളത്തിലെ ഒരേ ഒരു അമ്പലമാണ്. തിരുവോണത്തിനാണ് അവിടെ മൂർത്തിയാണ്. തിരുവോണത്തിന്റെ അന്നാണ് ഉത്സവം. നമ്മൾ ഈ അത്തപ്പൂക്കളത്തിന് നടുക്ക് വെക്കുന്ന ഈ ഓണം പിന്നെ ഓണത്തിന്റെ അന്നൊന്നും പൂക്കളമൊന്നും ഇടില്ല.
തൃക്കാക്കരപ്പനെ വെക്കുക, കുറെ തുമ്പക്കുടം വെക്കുക, അങ്ങനെ ഒരു ഫാഷനും അങ്ങനത്തെ പൂക്കളൊന്നും ഇല്ല. അതൊരു തെക്കൻ തിരുവിതാംകൂറിന്റെ ഓണം എല്ലാം കൊണ്ട് അതെ അതെ അതെ. അങ്ങനെ. പക്ഷെ അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു MTയുടെ സിനിമയിലൊക്കെ കാണുന്ന മാതിരത്തെ ഒരു ഓണം അതൊക്കെയായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത്. പിന്നെ പാട്ട് എപ്പോഴും ഉണ്ട്, പാട്ട് മത്സരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തിരുവനന്തപുരത്തേക്ക് വന്നപ്പോഴേക്കുമാണ് ഇവിടെ വേറൊരു ലെവൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സൈഡാണല്ലോ ഈ മാർത്താണ്ഡം, തോവാള തുടങ്ങിയ പൂക്കളുടെ ഒരു ഏരിയയുടെ ഒരു ഇൻഫ്ലുവൻസും കൂടെ തിരുവനന്തപുരത്തിനുണ്ട്. പിന്നെ തിരുവനന്തപുരത്തെ ഓണം കുറച്ചുകൂടെ ഡിഫറെന്റ് ആണ്, കളേഴ്സ് ആണ്, ഭയങ്കര ലൈറ്റ്, ഒരു വേറൊരു വൈബാണ്. അതെ. അപ്പൊ നമ്മൾ അമ്മയെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഈ അമ്മയെ നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമുക്ക് അങ്ങ് പാടാം. ഓക്കെ. മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ, മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ, മയങ്ങൂ നീ എൻ മടിമേലേ, മയങ്ങൂ നീ എൻ മടിമേലേ, അമ്പിളി നിന്നെ പുൽകി അമ്പരം പോകി ഞാൻ മേഘമായി, നിറസന്ധ്യയായി ഞാനാരോമലേ, വിടർന്നിന്നിൽ നീ ഒരു പൊൻതാരമായി, ഉറങ്ങൂ കനവു കണ്ടുണരാനായുഷസണയുമ്പോൾ, മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ, മയങ്ങൂ നീ എൻ മടിമേലേ, മയങ്ങൂ നീ എൻ മടിമേലേ. ചേച്ചി ഈ പഴയ ലെജൻസ് ആയിട്ടുള്ള നമ്മുടെ മ്യൂസിക് ഡയറക്ടേഴ്സിനൊക്കെ എത്രത്തോളം ഇഷ്ടമാകുന്നതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ചാൽ ഈ പഴയ പാട്ടുകൾ അതേ ഫീൽ അതേപോലെ ഇപ്പോ ഒരു പുതുതലമുറയിൽ പാടുന്ന ഒരാൾ ചേച്ചിയാണ്. അപ്പം അവരുടെ ഈ ഷോ, ഓർമ്മ ദിവസം അങ്ങനെയുള്ള നടക്കുന്ന ഷോകളിലെല്ലാം ഒരു നിറ സാന്നിധ്യമായിരിക്കും രാജ ചേച്ചി എപ്പോഴും. അതെ, അതെന്നുവെച്ചാ ഇത് ബെസ്റ്റ് ലല്ലബിയാണ് മലയാള സിനിമയിലെ ഏറ്റവും നല്ല താരമായിട്ടുള്ളത്. കൊച്ചിലേ തൊട്ട് ഞാൻ പഴയ പാട്ടുകൾ സ്റ്റേജിലൊക്കെ പാടാറുണ്ട്. അമ്മ പഠിപ്പിക്കുന്നത് അത്രയും ജാനകിയമ്മയുടെ, സുശീലാമ്മയുടെ. ഞാൻ ആ സമയത്ത് എൻ്റെ സമയത്ത് കുട്ടികൾ ചിലപ്പോൾ അത് പാടില്ലായിരിക്കും. പക്ഷെ ഞാൻ പഴയ എന്തിനീ ചിലങ്കകൾ, ഉജ്ജയിനിലെ ഗായക, പൂന്തിനരുവി, ഇതൊക്കെയാണ് ഞാൻ, തളിരിട്ട കിനാക്കൾ, ഇതൊക്കെയാണ് പാടുന്നത്. അപ്പോൾ അത് അപ്പോഴേ തൊട്ട് വീട്ടിലെ അമ്മമ്മയും മുത്തശ്ശനും ഒക്കെ പഴയ പാട്ടുള്ള പാടും. അങ്ങനെയാണ് എനിക്ക് ഒരു എക്സ്പോഷർ പഴയ പാട്ടിലോട് വരണേ. മുത്തശ്ശിയും പാട്ട് പാടും. സംഗീത കുടുംബമാണ്. സംഗീത കുടുംബം. പിന്നെ അമ്മൂമ്മ അസലായിട്ട്, അമ്മമ്മയാണ് ശരിക്കും പാട്ടിന്റെ ഒരു. അപ്പൊ അമ്മയ്ക്ക് പാട്ട് കിട്ടിയത് അവിടെ അവിടെ നിന്നാണ്. അമ്മയുടെ സഹോദരങ്ങളൊക്കെ നന്നായിട്ട് പാടും. അപ്പൊ അങ്ങനെ വന്നപ്പോ ഈ പഴയ പാട്ടുകൾ നന്നായി. അപ്പൊ കൊച്ചിലെ അമ്മയാണ് പഠിപ്പിക്കണേ. കാസറ്റ് കേട്ട് പഠിക്കാൻ, എഴുതി പഠിക്കാനുള്ളതായിട്ടില്ല. അപ്പൊ അമ്മ പഠിപ്പിച്ചു തരുകയാണ് എനിക്കിങ്ങനെ ഓരോ ലൈൻ. സൂര്യകാന്തി സൂര്യകാന്തി, ഇത് അമ്മയാണ് പഠിപ്പിച്ചത്, ഞാനത് കേട്ടിട്ടില്ല. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഠിച്ച പാട്ടിലൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ അങ്ങോട്ട് കിടക്കുകയാണ്. അപ്പൊ പിന്നെ ഞാൻ വലുതായി വരുന്നതോറും ഇതിനെ കൂടുതൽ ഞാൻ തന്നെ കേട്ടും ഞാൻ ശ്രദ്ധിച്ചത് പഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ പഴയ പാട്ടുകൾ എൻ്റെ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ഈ ഒരു പഴയ പാട്ടുകളുടെ ഒരു ഷോ വന്നാലോ, അല്ലെങ്കിൽ ഇപ്പം ജോൺസൺ മാസ്റ്റർ, ഒരു റിമെമ്പറൻസ് അങ്ങനെ ഒരു പരിപാടി വന്നാൽ എപ്പോഴും അതിന് ഇപ്പോൾ എനിക്കൊരു ഭാഗമാവാൻ പറ്റാറ്. അത് ഇതാണ്, പഴയ പാട്ടിൽ അതുപോലെ നമുക്ക് പ്രസൻറ്റ് ചെയ്താലേ അത് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ്. ഇപ്പോൾ ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീഥികളിൽ ഇന്നും നീ വന്നു, ഒരു നിമിഷം, ഈ ഒരു നിമിഷം വീണ്ടും നമ്മളൊന്നായി. ഇത് നമ്മളത് ആ ഒരു സീനൊക്കെ നമ്മളൊന്ന് കണ്ട് അത് അങ്ങനെ പഠിച്ച് ഒരു ജസ്റ്റ് ഇപ്പൊ ഒന്ന് പഠിച്ച് പാടാൻ പറ്റൂല പഴയ പാട്ടുകൾ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിച്ചാൽ ആ ഇമോഷൻ കൊണ്ടുവരാൻ പറ്റും. ഈ ഇപ്പൊ ക്രിട്ടിക്സിന്റെ ആവശ്യമൊന്നുമില്ല ചേച്ചിക്ക്, പക്ഷെ എന്നാലും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഗായികയാണ്. എല്ലാ കാര്യത്തിലും അതിന്റെ ചിട്ട അനുസരണം ചിട്ടയോടുകൂടി പ്രാക്ടീസ് ചെയ്യുന്നു, പോകുന്നു, വരുന്നു, അങ്ങനെ ഒരാളാണ്. എന്നാൽ പോലും ചില സമയത്ത് ചില ക്രിട്ടിക്സ് ഒക്കെ നടത്തുന്നത് ചേട്ടനായിരിക്കും അമ്മയായിരിക്കും കൂടുതൽ ഇപ്പോഴും?
അല്ല ഇവര് ഇപ്പൊ മോനും ഉണ്ടല്ലോ ഇവര് ക്രിട്ടിക്കലായിട്ട് പറയാറുണ്ട് അവര്. പക്ഷെ എന്നാൽ ഇവര് 3 പേരും അങ്ങനെ ക്രിട്ടിക്കലി പോവാറില്ല. എനിക്ക് കൂടുതൽ ഇത് എൻകറേജിങ് ആയിട്ടാണ് എപ്പോഴും നിൽക്കുന്നത്. ഇപ്പൊ ഞാനായിരിക്കും സ്വയം ക്രിട്ടിക്കാവാ. ഞാൻ പക്ഷെ അത് അങ്ങനെ വേണ്ടത്. അപ്പൊ അതിന് നീ അങ്ങനെ നീ ചെയ്യോ, നീ നോക്ക്, നമുക്ക് ഇങ്ങനെയുള്ള. അപ്പൊ എപ്പോഴും ഇവിടുന്ന് എനിക്കൊരു എൻകറേജ്മെന്റ് ആണ് എപ്പോഴും കിട്ടുന്നത്. അപ്പൊ ഈ സ്ഥിരമായിട്ട് പോകുന്ന ഒരു പാറ്റേൺ ശൈലി ചേച്ചി അത് വിടാറില്ല. ചേച്ചിയുടെ സൗണ്ടും അങ്ങനെ ഒരു മെലോഡിയസ് ആണ്, ചേച്ചി പാടുന്ന ആ സ്വഭാവം എല്ലാം അങ്ങനെ എപ്പോഴും ബ്ലെൻഡ് ആയിട്ടാണ് പോകുന്നത്. പക്ഷെ പ്രേക്ഷകർക്കൊക്കെ ഒരുപാട് കാണാൻ ആഗ്രഹം, അതായത് പല പല ചേഞ്ചസ്. ഇപ്പൊ കൊണ്ടാട്ടം പാടി, അപ്പൊ അതേപോലെ കുറെ പുതിയ പാട്ടുകൾ അല്ലെങ്കിൽ അത് പുതിയ ജാനറിലുള്ള പാട്ടുകള് പാടണം എന്ന് പറയാറുണ്ട്. പാടാറുണ്ട് സ്റ്റേജിൽ എല്ലാ ടൈപ്പും പാടാറുണ്ട്. ഫാസ്റ്റ് നമ്പേഴ്സും അടിപൊളി പാട്ടുകളും ഒക്കെ പാടാറുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ ഒരു സ്റ്റൈലിഷ്, അതായിരിക്കും ആരും ഉദ്ദേശിച്ചത്. എന്റെ ഫുള്ളി ഒരു ടോട്ടൽ മേക്ക് ഓവർ അതിലേക്ക് എന്താ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല വീട്ടിൽ. കുട്ടികളാവുമ്പോഴേ അവരങ്ങനെ ഓരോരോ പക്ഷെ ഒരു കാര്യം ഉണ്ടായിരിക്കും, എൻ്റെ ഒരു അഭിപ്രായത്തിലേ നമുക്ക് ഈ പറയുന്ന ചേഞ്ച് നമ്മൾ പർപ്പസ്ഫുള്ളി അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരാതെ നാച്ചുറലായിട്ട് വരുന്നതായിരിക്കും കാണാൻ ഭംഗി. ഞാനൊരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരു മേക്ക് ഓവറിലേക്ക് പോയാൽ ഞാനല്ല. അതുകൊണ്ട് എനിക്ക് എനിക്ക് ഒറിജിനൽ ഞാനായിട്ടിരിക്കാനാണ് ഇഷ്ടം, പാട്ടിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും. പക്ഷെ ഞാൻ നന്നായിട്ട് എന്താ പറയുക ജോഷായിട്ട് ഡാൻസ് ചെയ്യും, അടിപൊളി സെറ്റപ്പ് ഉണ്ട് എൻ്റെ ലൈഫിൽ. അത് വരുവാണെങ്കിൽ അത് നാച്ചുറലായിട്ട് എപ്പോഴെങ്കിലും അങ്ങനെ പുറത്തേക്ക് വന്നോട്ടെ. പക്ഷെ പൊതുവെ ചേച്ചി ഈ ഗ്ലാമർ ലോകത്തിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് നിൽക്കുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരു സെലിബ്രിറ്റി ഗ്ലാമർ ലോകത്തിൽ നിന്നൊക്കെ? അല്ല, അങ്ങനെ നമ്മള് വളരെ സാധാരണ ഫാമിലിയിൽ നിന്ന് വന്നു, അതുപോലെ ജീവിക്കുന്നു. നമുക്ക് ഇപ്പോഴും വീട്ടില് ഞാൻ ഇന്നലെ എന്ന് വിളിച്ചു പറഞ്ഞു, കുഴക്കട്ടയാണെങ്കിലും മതി, രാത്രി ഒരു ഉണ്ടാക്കി വെച്ചേക്കണം. ഞാനെല്ലാം വീട്ടിൽ കുക്ക് ചെയ്ത് വയ്ക്കും. നമുക്കങ്ങനെ ഒരു സംഗതിയില്ല. രാജിയെ സംബന്ധിച്ചിടത്തോളം രാജിക്ക് എന്നെക്കാളും പുറത്താണ്. വീട്ടിലെത്തി കഴിഞ്ഞാൽ തനി വീട്ടിലെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നാടൻ നമ്മള് സാധാരണ ഒരു വീട്ടിലെ കാര്യങ്ങളാണ്, അല്ലാണ്ട് ഒരു സെലിബ്രിറ്റി ലൈഫ് ഒന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റും. ഉറപ്പായിട്ടും എത്ര പേര് വരണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ റെഡിയാണ്. എത്ര പേർക്ക് വേണമെങ്കിലും റെഡിയാണ്. രാജി നല്ല കുക്കാ, രാജിയുടെ പാട്ട് പോലെ സ്വീറ്റ്. എനിക്ക് ഭക്ഷണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭക്ഷണം കഴിക്കുമല്ലോ നന്നായിട്ട്. അതുകൊണ്ട് അത് ഉണ്ടാക്കണത് എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. സദ്യയൊക്കെ ഉണ്ടാക്കാം കുഴപ്പം. ഓ ചേട്ടനാണേ, ഇപ്പം നമ്മൾ കുറേ കമന്റ്സ് ഞാൻ ഇപ്പം എല്ലാ സോഷ്യൽ മീഡിയ കാലമാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ കമന്റ്സ് എന്ന് പറയുന്നത്. അപ്പം ചിത്ര ചേച്ചിയോട് സുജാത ചേച്ചിയോടൊക്കെയാണ് കമ്പയർ ചെയ്യുന്നത്, രാജലക്ഷ്മി ചേച്ചിയുടെ സൗണ്ട് അതേപോലെ തന്നെയാണ്, കണ്ണടച്ച് കേട്ട ചിത്ര തന്നെ, സുജാത തന്നെ എന്നൊക്കെയാണ് ഫുൾ കമന്റ്സ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഒരുപാട് അവസരങ്ങൾ തേടി എത്തിയില്ല സിനിമയുമായിട്ട് ബന്ധപ്പെട്ട്, സിനിമാ ലോകത്ത് എന്നുള്ളൊരു വിഷമം ചേട്ടനുണ്ടോ? ചേട്ടനുണ്ട്. ചേച്ചിക്ക് ഇത് കാണില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ചേട്ടനോട് നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാളാണ് എം ജയചിത്രൻ. ജയൻ ചേട്ടന് നമ്മൾ ദിവസം രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കഴിയണത്. ജയൻ ചേട്ടന് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറക്കാൻ പറ്റാത്ത മനുഷ്യനാണ്. ജയൻ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ ഒരു അനിയൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, രാജി എന്തുകൊണ്ട് ലേറ്റായി എന്നാണ് ഞാൻ ആലോചിക്കാറുള്ളത്. രാജിക്ക് കിട്ടേണ്ട അവസരങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു, പക്ഷെ കിട്ടിയിട്ടില്ല, എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോഴും ജയൻ പറഞ്ഞ അതേ ഇതിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും. രാജിക്ക് കിട്ടേണ്ട അവസരങ്ങൾ ഇപ്പോഴും വേറെ തട്ടിയെടുക്കുന്നവരുണ്ട്, വെട്ടിമാറ്റുന്നവരുണ്ട്. പിന്നെ രാജിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വരേണ്ടത് എനിക്ക് വരും എന്നൊരു മനസ്സുള്ള ആളാണ്. ഉത്തരം പ്രതീക്ഷിച്ചത് കൊണ്ടാണ് ഞാൻ ചേച്ചിയോട് ചോദിക്കാറുണ്ട്. ഇപ്പൊ സ്റ്റേറ്റ് അവാർഡ് പോലെ ഒരു വലിയ നേട്ടത്തിലേക്ക് എത്താൻ പറ്റി, അത് അധികം ആളുകൾക്ക് കിട്ടുന്നതല്ല. ഈ 2010 രാജി കിട്ടുന്നവരെയും അതിന്റെ ഒരു പ്രീവിയസ് ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്കേ കിട്ടിയിട്ടുണ്ട്. അതെ 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 ഒരു സ്ഥിരം പാറ്റേണിലായിരിക്കും അത് പോകുന്നത്, സ്ഥിരം ആളുകൾക്കായിരിക്കും കിട്ടുന്നത്. അപ്പം ചേച്ചിക്ക് അത് കിട്ടി, അതോടൊപ്പം ഈ ദേശീയ അവാർഡിന്റെ ഫൈനൽ ഒരു ലെവൽ വരെ എത്താനൊക്കെ പറ്റി. അപ്പൊ ദേശീയ അവാർഡ് ഇങ്ങനെ കയ്യെത്തും ദൂരത്ത് മിസ്സായിട്ട് ഒരു വിഷമമുണ്ടോ? അല്ല, വിഷമം എന്ന് വെച്ചാൽ സ്റ്റേറ്റ് അവാർഡിന് മുന്നെയാണ് കുട്ടിസ് റാങ്ക് ഇതിങ്ങനെ പറ്റുന്നത്. അപ്പൊ
അന്ന് പേപ്പറിൽ എഴുതിയാണ് ഇത് അറിയുന്നത്. ഇങ്ങനെ അവസാന റൗണ്ട് വരെ ഉണ്ടായിരുന്നു, ഞാനും രാജലക്ഷ്മി ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അയ്യോ, അപ്പൊ നമുക്ക് സത്യം പറഞ്ഞ സങ്കടമൊന്നും അല്ല, ഇത്രയും വരെ എത്തിയല്ലേ എന്നുള്ളൊരു അമ്പരപ്പാട് അവിടെ നാഷണൽ ലെവലിൽ എത്തുക. അതൊരു ആ സമയത്ത് ഷാജിൻ കരുൺ സാറൊക്കെ ആ സമയത്തൊന്ന് സംസാരിച്ചായിരുന്നു. അയ്യോ, ഇപ്പോഴും സാറ് മരിക്കണതിന് മുമ്പ് വരെ എന്നെ കാണുമ്പോൾ പറയും ജസ്റ്റ് എപ്പോഴും സാർ. അപ്പൊ ഇപ്പൊ മനസ്സിലുള്ള ഒരു അച്ചീവ്മെന്റ്, ഒരു ആഗ്രഹം നേടിയെടുക്കണം, ഒരാഗ്രഹമില്ല. ഒന്നുമില്ല. എനിക്കിങ്ങനെ രാവിലെ പാട്ട് തന്നെ ഇപ്പൊ സിനിമയിലുള്ള അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ സിനിമ പാട്ടുകളുടെ ഇല്ല. അപ്പൊ എനിക്ക് ഒരു ഭയങ്കരമായ പാട്ടുണ്ടെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, അങ്ങനത്തെ പാട്ടുകളില്ല. അപ്പോൾ എനിക്ക് മ്യൂസിക്കിൽ തന്നെ എനിക്ക് ഇരിക്കണം എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മ്യൂസിക് പഠിക്കണത്, കോഴ്സ് ഡിഗ്രി ചെയ്യണത്, പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ. പിന്നെ പാട്ട് പ്രോഗ്രാംസ്, റെക്കോർഡിങ്സ് പോരെ. ഇത് തന്നെ വലിയ ഭാഗ്യം. അത് അങ്ങനെ കരുതാൻ പറ്റുന്നത് ഒരു വലിയ മനസ്സാണ് കേട്ടോ. ഞാൻ അതുകൊണ്ട് എന്റെ ഭയങ്കര മനസ്സമാധാനം ഉണ്ടാവും ജീവിതത്തിൽ. നമുക്കതാണ്, നമുക്ക് ഇപ്പൊ ഈ കിട്ടിയത് തന്നെ. ഞാൻ ഇവരങ്ങനെ പറയുമ്പോ ഞാൻ പറയാം, ഏട്ടാ ഞാൻ എവിടെ നിന്ന് തുടങ്ങിയെന്ന് ആലോചിക്കും. അപ്പൊ ഞാനിപ്പോ സ്വർഗത്തിലാ ജീവിക്കണേ, മിണ്ടരുത് എന്ന് പറയും. നമുക്ക് അങ്ങനെയല്ലല്ലോ, അവളുടെ ഒരു കഴിവ് വെച്ചിട്ട് എത്തേണ്ടടുത്ത് എത്തിയില്ല എന്നുള്ളതാണ് നമുക്കൊരിത്. അതെ, അത് ചേട്ടനും അമ്മയ്ക്കും സ്വാഭാവികമായിട്ടും, അതായത് നമ്മുടെ പ്രിയപ്പെട്ടവര് ഇനിയും കൂടുതൽ ഹൈറ്റിൽ പോകണമെന്നുള്ളതാണല്ലോ നമ്മുടെ ആഗ്രഹം സ്വാഭാവികമായിട്ടും. ഞാൻ അന്ന് ആ പേപ്പർ വായിക്കുമ്പോൾ ഞങ്ങൾ രണ്ടിടത്ത് ഇരിക്കുക. പക്ഷെ അവിടെ നിന്ന് ഞാൻ തിരിച്ച് ഇവിടെ പോയി വിളിച്ചിട്ട് ഞങ്ങൾ അന്ന് ഇവിടെ കായംകുളത്ത് പ്രോഗ്രാമിന് പോയപ്പോഴത്തേക്കും കലാരഞ്ജൻ്റെ അവിടെ പരിപാടി, അവിടെ ചെല്ലുമ്പോഴാണ് എന്നെക്കാളും കൂടുതൽ അവിടെ ഉള്ളവർ എല്ലാവരും രാജലക്ഷ്മി മിസ്സായല്ലോ. അത് മലയാളി പ്രേക്ഷകർക്ക് എല്ലാവർക്കും അതൊരു സങ്കടം തന്നെയാണ്. പക്ഷെ സാരമില്ല, ചേച്ചിക്ക് ആ സങ്കടമൊന്നുമില്ല. ഉള്ള ലൈഫിൽ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാനോ, വലിയ ഹൈറ്റ് ലൈഫ് തന്നെയാണ്, അല്ലെന്നല്ല കേട്ടോ പറഞ്ഞത്, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പൊ നമുക്ക് സന്തോഷത്തോടു കൂടി ഒരു മൈൻഡ് അപ്പിലേക്ക് കിടക്കാല്ലേ. സംസാരിച്ച് സമയം അതായത് മതിയായില്ല, അറിഞ്ഞതേ ഇല്ല. നമുക്ക് രണ്ടുപേരും കൂടെ ഒരു പാട്ട് പ്ലീസ്. ഞാൻ ആദ്യമേ ചോദിച്ചതാണ് ഒരു ഡ്യുവറ്റ്. പായിപ്പാട്ടാറ്റിൽ വള്ളംകളി പമ്പാനദി തിരക്കിന്നാർപ്പുവിളി പായിപ്പാട്ടാറ്റിൽ വള്ളംകളി പമ്പാനദി കരക്കിന്നാർപ്പുവിളി കാരിച്ചൽ ചുണ്ടനും ആനാരും ചുണ്ടനും കാവാലം ചുണ്ടനും പോർവിളിയിൽ ആ വലിയ ദിവാഞ്ചിയും മുൻനിരയിൽ പായിപ്പാട്ടാറ്റിൽ വള്ളംകളി പമ്പാനദി തിരക്കിന്നാർപ്പുവിളി. രണ്ടുപേരും ഒരുമിച്ച് കണ്ടതാണ് കേട്ടോ, വലിയ സന്തോഷം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കപ്പിൾ, എന്റെ ഫേവറേറ്റ് കപ്പിൾ ഇനി ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇവരുടെ പേര്. അപ്പൊ ഒരുപാട് സന്തോഷം, സ്നേഹം വന്നതിൽ രണ്ടുപേർക്ക് ഹാപ്പി ആവണം. എനിക്ക് ഹാപ്പി ആവണം. ഞങ്ങളുടെ മകന്റെ പേര് ആരും എന്നാണ്, ആരോടും ഒരു പ്രത്യേക സ്നേഹമാണ്. അപ്പോ ശരി, നമുക്കിനി അടുത്ത ഓണത്തിന് കാണാം. ശരി. ഒരു നിമിഷം, ഈ ഒരു നിമിഷം വീണ്ടും നമ്മളൊന്നാ.